ആരാണ് സൗജന്യ യാത്രയെ ഭയക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സൗജന്യ യാത്രയ്ക്കെതിരെ വലിയ രീതിയിൽ ഖണ്ഡകാവ്യം എഴുതിയിടുന്ന തിരക്കിലാണ് ഒരുപാട് ആളുകൾ. ഇതിൽ എഴുതിയിടുന്ന ആളുകളുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ അനുകൂലികളാണ് പലപ്പോഴും ഉള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെൻസ് അസോസിയേഷൻ ഇതിൽ സമരവുമായി വന്നിരിക്കുകയാണ്. ജൂൺ 15 ബസ്സുകൾ തടഞ്ഞ് സൗജന്യമായി യാത്ര ചെയ്യുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ സൗജന്യ യാത്രയെ ഭയക്കുന്നത്? സ്വാഭാവികമായിട്ട് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് മുന്നേ നടത്തിയ പ്രഖ്യാപനം, അതിന് ലഭിച്ച ഒരു സ്വീകാര്യത, വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. അത് നമ്മുടെ 102 സീറ്റിലെ കോൺഗ്രസിന്റെ വിജയത്തിന് പോലും പ്രധാന കാരണങ്ങളിലൊന്ന് ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം തന്നെയാണ്. അതുകൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും 50,000 55,000 വോട്ടിനൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ച് നിയമസഭയിലേക്ക് വന്നത്. പുതുമുഖങ്ങൾ പോലും ജയിച്ചു വന്നത് സ്ത്രീകൾക്ക് കോൺഗ്രസിന്റെ ആ പ്രഖ്യാപനം ഇഷ്ടപ്പെട്ടത് കൊണ്ടും അവരത് വിശ്വസിച്ചത് കൊണ്ടുമാണ്. ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഈ പ്രഖ്യാപനം നടപ്പാക്കും. ഇത് നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ജൂൺ 15 മുതൽ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടപ്പിലാക്കുന്നു. ഇപ്പൊ അത് ഉത്തരവായി ഇറങ്ങി, അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. 15-ാം തീയതി മുതൽ ആ പദ്ധതി പ്രാബല്യത്തിൽ വരികയും ചെയ്യണം. അതെങ്ങനെയാണ് തുടങ്ങുന്നതെന്നും കൂടെ ശ്രദ്ധിക്കുക. തമ്പാനൂർ റെയിൽവേ ബസ് സ്റ്റാൻഡിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി സ്ത്രീകൾക്കൊപ്പം യാത്ര ചെയ്താണ് ആ പദ്ധതി തുടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ സ്ത്രീകളുടെ അവരുടെ ഒരു ആവശ്യം, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്ന ഒരു സർക്കാർ എന്ന ബോധ്യം ഉണ്ടാകും. ആ ബോധ്യം ഉണ്ടാകുന്നതാണ് CPM-നെ ഭയപ്പെടുത്തുന്നത്. കാരണം CPM-നൊപ്പം കാലാകാലങ്ങളായി CPM-നൊപ്പം നിൽക്കുന്നവരാണ് സ്ത്രീകൾ. കൂടുതൽ വോട്ട് CPM-ന് ലഭിക്കുന്ന സാഹചര്യങ്ങളും പലതവണയും നമ്മൾ പല തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുണ്ട്. ആ ഒരു വോട്ട് ബാങ്കിൽ വല്ലാത്തൊരു കടന്നുകയറ്റം ഉണ്ടാകുമെന്ന് CPM ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കും, KSRTC തകർന്നു പോകും എന്നെല്ലാം നെറേഷൻസ് ആദ്യ ദിവസം മുതൽ ഈ പദ്ധതിക്ക് എതിരെ ഉണ്ടായത്. ഇങ്ങനെ ഒരു പദ്ധതി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ അന്ന് ഗതാഗത മന്ത്രി എന്താണ് പറഞ്ഞത്? അന്ന് ഗതാഗത വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ഗണേഷ് കുമാർ പറഞ്ഞത് KSRTC-യെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നാണ്. ഇപ്പൊ എന്തായി? അവർക്കുണ്ടാകുന്ന നഷ്ടം, പ്രതിവർഷം 800 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ്, ക്ഷേമ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഈ നഷ്ടം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് KSRTC-ക്ക് നൽകി KSRTC-യെ സംരക്ഷിക്കുക എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായി ഈ എതിർത്തവരുടെ എല്ലാം എതിർക്കാൻ പറഞ്ഞ കാരണങ്ങളെല്ലാം ഇല്ലാതായി. അതാണ് ഈ CPM-നെയും അതുപോലെ BJP-യും ഭയപ്പെടുത്തുന്നതും അവരതിനെ എങ്ങനെ തുടങ്ങാൻ വയ്ക്കാം എന്ന് ആലോചിക്കുന്നതും. നമ്മൾ കണ്ടതല്ലേ, പുതിയ സർക്കാർ വന്നു, UDF-ന് ഭൂരിപക്ഷം വന്നു. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് വനിതാ മോർച്ചയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ സമരം കണ്ടു. ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന മുമ്പ് തന്നെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഒരു സമരം നടത്തിയതാണ്? കാരണം എങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെ തുടങ്ങാൻ വയ്ക്കാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ഈ പറയുന്ന സമരങ്ങളും. ഇത് നടക്കത്തില്ല, UDF നടപ്പിലാക്കില്ല എന്നുള്ള എല്ലാ പ്രഖ്യാപനം നടത്തി. ഇതിപ്പോ പ്രത്യക്ഷത്തിലേക്ക് വന്നപ്പോ എന്തായി? ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ, വടക്കൻ കേരളത്തിൽ ഓർഡിനറി ബസ്സുകൾ കുറവാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഇതിനെല്ലാം കൃത്യമായ പരിഹാരം മുഖ്യമന്ത്രി പറയുകയല്ലേ, ഇന്നതാണ്, ഇങ്ങനെ അവിടെ ഓർഡിനറി ബസ്സുകൾ കുറവുണ്ടെങ്കിൽ പരിശോധിക്കും. ഇത് ആദ്യഘട്ട പദ്ധതിയാണ്, ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കി ഒന്ന് പഠിക്കട്ടെ, പഠിച്ചതിന് ശേഷം സൂപ്പർ ഫാസ്റ്റിലേക്കോ ഒക്കെ കടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ആദ്യഘട്ട പദ്ധതി നടപ്പിലാക്കുമ്പോൾ എതിർക്കാൻ ഇനി ഒരു കാരണമില്ല. അതുകൊണ്ടാണ് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഇത് എത്ര നാൾ മുന്നോട്ട് പോകും, KSRTC തകർന്നു പോകും, നശിച്ചു പോകും എന്ന് പറയുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്താമെന്ന് പറഞ്ഞല്ലോ, പിന്നെന്തിനാണ് ഇനി ആ പ്രതികരണം? ഇതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതി തന്നെയായിരിക്കും. കാരണം ഈ സർക്കാരിന് വലിയ സ്വീകാര്യത ലഭിക്കും. സാധാരണക്കാരായ സ്ത്രീകളാണ് കൂടുതലും KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്. KSRTC ബസ്സിലെ യാത്രക്കാരിൽ 60% സ്ത്രീകളാണ്. അപ്പൊ അവരുടെ കയ്യിൽ ഈ ടിക്കറ്റിനായും യാത്രയ്ക്കായും ചിലവാക്കുന്ന പണം അവരുടെ കയ്യിൽ സുരക്ഷിതമായി എത്തുന്നു. അതിന്റെ ഭദ്രത കുടുംബങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് CPM-ന് നന്നായിട്ട് അറിയാം. കാരണം CPM ഇതെല്ലാം കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ CPM-ന് അറിയാം. അതുകൊണ്ടാണ് ഇതെങ്ങനെ തുറങ്ങാൻ വയ്ക്കാമെന്നുള്ള ആലോചനയായിട്ട്. മറ്റൊരു കാര്യമുണ്ട്. CPM കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് CPM ഏറ്റവും കൂടുതലും ഉയർത്തി കാണിച്ചത് പെൻഷനായിരുന്നു. പെൻഷൻ, ഞങ്ങൾ സാധാരണപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കുന്നു, പെൻഷൻ പൈസ ചെലവാക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോ ധവളപത്രം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, വരവിന്റെ 77% പൈസയും ചെലവാക്കുന്നത് ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇത്രയും പൈസ ചെലവാക്കുന്നത്. CPM എന്തുകൊണ്ടാണ് ഈ പൈസ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെലവഴിച്ചത്? CPM-ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്,
ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇവർക്ക് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ തങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാം. അതായത് സാധാരണപ്പെട്ട മനുഷ്യന്റെ കയ്യിലേക്ക് 3000 രൂപ എത്തുമ്പോഴും അവനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും കൃത്യമായിട്ട് ഓണത്തിന് എത്തിക്കുന്നു, വിഷുവിന് എത്തിക്കുന്നു എന്ന് പറഞ്ഞ് കൊണ്ടെത്തിക്കാനുള്ള വലിയൊരു മാർഗമായി, അതേപോലെ തന്നെ അവിടെയുള്ള വാർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതുവഴിയായിട്ടും CPM കണ്ടെത്തിയിട്ടുണ്ട്. കാരണം സൊസൈറ്റികൾ വഴി പൈസ പോകുമ്പോൾ ഇത് കൊണ്ടു കൊടുക്കാൻ പോകുന്ന ആൾ എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ചട്ടം കൂട്ടി നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ അവിടെ എല്ലാം കറങ്ങി നിൽക്കുക എന്ന് പാർട്ടി പറയും. അപ്പോ ഈ പൈസയുമായിട്ട് ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ആ വീട്ടുകളിൽ ഉണ്ടാകുന്ന ബന്ധം ഇതെല്ലാം അവർക്ക് അനുകൂലമായിട്ട് വരും. അങ്ങനെ ഒരു പാർട്ടി ബന്ധങ്ങൾ ഉണ്ടാക്കി ഇതിനൊരു ഞങ്ങൾ പാർട്ടി തരുന്നതാണ്. ഇപ്പൊ അറിയാലോ, നമുക്ക് സൊസൈറ്റിയിൽ നിൽക്കുന്ന പല ആളുകളും നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളായിരിക്കും. സ്വാഭാവികമായിട്ട് ഇന്ന പാർട്ടിയിലെ ഇന്ന ആൾ വന്ന് പെൻഷൻ തന്നിട്ട് പോയി. അപ്പോൾ ഈ പാർട്ടിയാണ് തരുന്നത് എന്ന് കൃത്യമായിട്ട് ആളുകളെ അറിയിക്കാനും CPM കഴിഞ്ഞിട്ടുണ്ട്. അതായിരുന്നു CPM ഏറ്റവും വലിയ വിജയം. അപ്പോ സ്വാഭാവികമായിട്ടും KSRTC സൗജന്യ യാത്രയിലേക്ക് വരുമ്പോൾ CPM ഭൂരിപക്ഷം വോട്ടുകളും സ്ത്രീകളുടെ ഇടയിലാണുള്ളത്. അതിൽ വലിയ വിള്ളൽ ഉണ്ടാവും. കാരണം ഈ സർക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് സ്ത്രീകളോടായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിന് എന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ സർക്കാർ ചെയ്തത്? ഇവിടെ മോഷണവും അല്ലെങ്കിൽ അഴിമതിയും മാത്രമല്ലേ നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സർക്കാർ സൗജന്യ യാത്ര തന്നു എന്ന് ഏതെങ്കിലും സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അത് CPM വലിയ തിരിച്ചടിയാവും. ഈ തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് KSRTCയെ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 800 കോടി ഇപ്പോ സർക്കാർ തന്നെ പറഞ്ഞു ഞങ്ങൾ 1000 കോടി എല്ലാ വർഷവും KSRTCക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ പൈസയും കൂടെ മാറ്റിവെക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. 2.5 വർഷം ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ KSRTCയിൽ നടത്തിയിട്ടുള്ള അഴിമതിയുടെ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 4 കോടി രൂപയുടെ അഴിമതിയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഈ 4 കോടി രൂപ അഴിമതി നടത്തിയ സർക്കാരായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് വലിയ തിരിച്ചടിയാവാൻ പോവുകയാണ് സർക്കാരിന്. അപ്പോ ഈ പദ്ധതി വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് സർക്കാരും അതേപോലെ ഈ കഴിഞ്ഞ 2 വർഷം നടന്ന അഴിമതി അതും വലിയ രീതിയിൽ സർക്കാരിന് ബുദ്ധിമുട്ടാകില്ല കഴിഞ്ഞ സർക്കാരിന്. അല്ല, തീർച്ചയായിട്ടും കഴിഞ്ഞ സർക്കാർ എന്തൊക്കെ ഒരു നിയമവിരുദ്ധമായും അഴിമതിയോ ദൂർത്തോ എന്തെല്ലാം നടത്തിയതിനു ശേഷം എല്ലാം പിടിച്ചു നിന്നത് മുടങ്ങാത്ത ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാണ്. കാരണം ഏത് പ്രചരണം നടത്തുന്നതിനും എല്ലാ ഇതിടത്തും മന്ത്രിമാരായിരുന്നാലും സ്ഥാനാർത്ഥികളായിരുന്നാലും എല്ലാവരും എന്ന് പറഞ്ഞ എന്താ, ഞങ്ങൾ നിങ്ങൾക്ക് മുടങ്ങാതെ ക്ഷേമ പെൻഷൻ തന്നു. അത് കാരണം കുടുംബത്തിലേക്ക് നേരിട്ട് പണം എത്തുകയാണ്. അപ്പൊ അത് കുടുംബത്തിൽ എത്തുന്ന പണം കൊണ്ട് അത് നമുക്ക് വോട്ടായി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് പറഞ്ഞത്. കാരണം ക്ഷേമ പദ്ധതികളെ കൃത്യമായി എങ്ങനെ നടപ്പിലാക്കിയാൽ തങ്ങൾക്ക് അനുകൂലമാക്കാൻ CPM ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ പ്രചരണം നടന്നത്. എല്ലായിടത്തും എഴുതി വെച്ചിട്ട് മുടങ്ങാത്ത ക്ഷേമ പെൻഷൻ നൽകാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് ഇവിടെ കേരളത്തിൽ എന്നായിരുന്നു ടാഗ്ലൈൻ. ആ രീതിയിലായിരുന്നു ആ പദ്ധതി അവതരിപ്പിച്ചത്. പക്ഷെ അവിടെ എവിടെയാണ് ഒരു പാളിച്ച വന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി വന്നപ്പോ M.M. മണിയെ പോലെ ഒരു നേതാവ് വന്നിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നൽകിയ ക്ഷേമ പെൻഷൻ വാങ്ങി നക്കിയിട്ട് അപ്പുറത്ത് പോയി കുത്തിയെന്ന്. അപ്പൊ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഈ പിണറായി വിജയനോ M.M. മണിയോ ആരും കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല. ഖജനാവിൽ നിന്ന് സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നമ്മുടെ എല്ലാവരുടെയും നികുതി പണം എടുത്ത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അത് എന്തോ സ്വന്തം പദ്ധതി പോലെ, സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം പോലെയാണ് M.M. മണി അന്ന് പ്രതികരിച്ചത്. അന്ന് ജനം ചിന്തിച്ചിരുന്നു ഞങ്ങൾക്ക് പണം എന്തോ ഔദാര്യം പോലെ തരുന്നതാണ് ഇവരെന്ന്. ആ ചിന്തയുടെ ഭാഗമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ പ്രചരണം നടത്തി ക്ഷേമ പദ്ധതി നടത്തി ക്ഷേമ പെൻഷൻ നൽകി ജനങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞു, ഞങ്ങൾ വികസനത്തിനൊപ്പമാണെന്ന് പറഞ്ഞു. ജനം അത് കേട്ടില്ലല്ലോ. അത് എല്ലാ കാലവും എല്ലാവരും ഒരേപോലെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. ഇപ്പൊ നടക്കുന്ന ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി അത് കുടുംബത്തിലേക്ക് സാമ്പത്തിക ഭദ്രത കൂടുതൽ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സൈലന്റായി നടക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിനകത്ത് വലിയ സ്വീകാര്യത ഉറപ്പായും സർക്കാരിന് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് ഇത് സൗജന്യം എന്ന് പറയുന്നു. പിന്നെയുള്ള ഒരു വിമർശനം, എല്ലാ സ്ത്രീകൾക്കും ഇത് എന്തിനാണ് കൊടുക്കുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് ഇത് കൊടുക്കണോ എന്നുള്ളതാണ്. അതിനെല്ലാം മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞിട്ട് സ്ത്രീകൾക്ക്, അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് യാത്ര ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ പോലും സൗജന്യമായ യാത്ര,
ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി ഈ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വലിയ തീരുമാനമാണ്, ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി പരിഗണിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ജനകീയമായ പദ്ധതി, ഒരു ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന് കയ്യടി കിട്ടുമെന്ന് ഉറപ്പാണ്. ഇത് 5 വർഷവും തുടർന്നു പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് UDF-നും കോൺഗ്രസിനും ജനങ്ങൾക്ക് മുമ്പിൽ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു പദ്ധതിയായിരിക്കും സ്ത്രീകളുടെ സൗജന്യ യാത്ര. അതും അധികാരത്തിലേറി 1 മാസത്തിനുള്ളിൽ തന്നെ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചു എന്ന് പറയുന്നതും വലിയ നേട്ടമാവും.